ഹലോ ഗൈസ്, നമ്മൾ റീടെസ്റ്റ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ സമറായുടെ. ആദ്യം എഞ്ചിൻ അഴിക്കുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു, പിന്നെ എഞ്ചിൻ പണി കഴിഞ്ഞിട്ടുള്ള റീസെറ്റിങ്, പിന്നെ നമ്മൾ ചെയ്ത സാഡിലും നമ്മുടെ ഒരു ക്രാഷ് കാർഡും കസ്റ്റം പണിഞ്ഞതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ 3 വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, കുറച്ച് നാളായി. കാര്യങ്ങളും കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പിന്നെ വേറെ പണികളൊന്നും ഇതുവരെ ചെയ്യാനത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ റീടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ പേപ്പർ 2030 വരെ ക്ലിയർ ആണ്. എല്ലാ പേപ്പർ ഭാഗവും ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേറെ പണികളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തില്ലെങ്കിൽ ആ കാര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞ വെച്ച് നമ്മൾ ഈ പറഞ്ഞ പണികളൊന്നും ചെയ്യാതിരിക്കുന്നില്ല. കുറേ പണികളുണ്ട്. അതായത് ഫ്രണ്ടും ബാക്കും റിമ്മ് മാറണം, 2 സ്പോക്കും മാറണം, സൈലൻസർ പ്ലേറ്റ് ചെയ്യണം, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മാറണം, മിറർ മാറണം, പിന്നെ എന്താ പറയുക കുറേ പണികളുണ്ട്. പെയിൻറ്റിങ് ഫുള്ള് ചെയ്യണം, സ്റ്റിക്കറിങ് ചെയ്യണം. സ്റ്റിക്കറിങ് സെയിം തന്നെ ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. പിന്നെ കുറേ പണികളുണ്ട്, ഇഷ്ടംപോലെ പണികളുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഫുള്ള് നട്ടും ബോൾട്ടും എല്ലാം മാറി എന്താ പറയുക ഫുള്ളൊരു നീറ്റ് കണ്ടീഷൻ ആക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ ഡിസ്ക് സെറ്റ് റെഡിയാക്കാനുണ്ട്, കാലിപ്പർ മാസ്റ്റർ സെൻറ്റർ എല്ലാം മാറണം. പണികൾ അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ മൊത്തത്തിൽ ഒന്ന് പണിഞ്ഞ് കഴിഞ്ഞ വട്ടം ചേസൊക്കെ പെയിൻ്റ് അടിച്ച് ചെയ്യാൻ. ഇപ്പോൾ എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ക്യാൻഡി പെയിൻറ്റ് തന്നെ കൊടുത്ത് അടിച്ച് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ ഇച്ചിരി ടൈം എടുക്കും. നമ്മളൊരു 6-8 മാസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടിക്കുന്നതിൻ്റെ ഒരു ഡിലേ ആണ്. ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പതുക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാലും അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു പണിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും ആരും എപ്പോഴും ചെയ്യുന്നത്. കാരണം സമറയുടെ കേസിൽ അതങ്ങ് ഓടിക്കോളും, എന്ത് പണി ഉണ്ടെങ്കിലും അതോടെ ഓടിക്കോളും. പക്ഷേ ഇവ അതുപോലല്ല. എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് തല ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിലൊന്നും ഡിലേ ആക്കാൻ പറ്റത്തില്ല. പിന്നെ ട്രിപ്പ് പോകുന്നു, നമ്മുടെ എല്ലാവരുടെ ചിലവുകൾ കാര്യങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാത്തത്. പതുക്കെ ചെയ്യത്തുള്ളൂ. ഓരോ മാസം എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ മാറി നമ്മൾ ഫുൾ പണി തീർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം കംബാക്ക് കാണും, പക്ഷേ ടൈം എടുക്കും.